എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഗംഭീര യാത്രയ്ക്ക് പോവുകയാണ്. വെറുമൊരു യാത്രയല്ല, കോടിക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ടു പോകുന്നൊരു യാത്ര. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സ്വന്തം വീടായ ഭൂമിയുടെ കഥ കേൾക്കാൻ റെഡിയല്ലേ? അപ്പോ നമുക്ക് തുടങ്ങാം. അപ്പോ ഒരു ചോദ്യം. 450 കോടി വർഷത്തെ ഒരു കഥ, അത് വെറും 5 മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമോ? കേൾക്കുമ്പോൾ തന്നെ ഒരു അസാധ്യമായ കാര്യം പോലെ തോന്നുന്നുണ്ടല്ലേ? ഇതൊരു വലിയ ചാലഞ്ച് തന്നെയാണ്. പക്ഷെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഒരുമിച്ച് ഈ അത്ഭുത ലോകത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. നമ്മുടെ ഈ കഥയുണ്ടല്ലോ, അത് തുടങ്ങുന്നത് ഇവിടെ ഭൂമിയിൽ നിന്നല്ല, അല്ലേയല്ല, അതിനും എത്രയോ മുൻപ് ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിൽ നിന്നാണ്. അവിടെ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. ഒന്ന് ഓർത്തു നോക്കൂ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അതിഭീമാകാരനായൊരു നക്ഷത്രം അതിന്റെ ജീവിതം അവസാനിപ്പിച്ച് ഒരു വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയാണ്. അതെ, ഒരു സൂപ്പർനോവ. ആ ഒരു ഗംഭീര സ്ഫോടനത്തിൽ ചിതറിത്തെറിച്ച പൊടിപടലങ്ങളും വാതകങ്ങളും, അതിൽ നിന്നാണ് അവിശ്വസനീയമെന്ന് പറയട്ടെ നമ്മുടെ സൗരയൂഥവും ഒടുവിൽ നമ്മുടെ ഈ ഭൂമിയും ഉണ്ടായത്. അപ്പൊ ഭൂമിക്ക് എത്ര വയസ്സായിന്നറിയാമോ? ഇതാ 454 കോടി വർഷങ്ങൾ. ഈ നമ്പർ ഒന്ന് നോക്കിക്കേ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനും അപ്പുറത്തുള്ളൊരു കാലയളവാണിത്, അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഭൂമിയുടെ ജനനമാണ്. പക്ഷെ അതെങ്ങനെ ഒരു ശാന്തമായ സമാധാനപരമായൊരു തുടക്കമൊന്നും ആയിരുന്നില്ല, ഒരിക്കലുമല്ല. തീയും സംഘർഷവും ഒക്കെ നിറഞ്ഞ ഒരു അതിഭീകരമായ തുടക്കമായിരുന്നു അത്. ഭൂമിയുടെ ആ കുട്ടിക്കാലം, അതിനെ നമ്മൾ ഹേഡിയൻ കാലഘട്ടം എന്നാ വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നരകം തന്നെയായിരുന്നു. ഒന്ന് സങ്കൽപ്പിച്ചു നോക്ക്, ഭൂമിയുടെ മുകൾപ്പരപ്പ് മുഴുവൻ ഉരുകി തിളച്ചുമറിയുന്ന ലാവയുടെ ഒരു കടൽ, പിന്നെ ശ്വാസം മുട്ടിക്കുന്ന വിഷവാതകങ്ങൾ നിറഞ്ഞൊരു അന്തരീക്ഷം, ജീവന് ഒരു സാധ്യതയുമില്ലാത്ത ഒരിടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വലിയ സംഭവം നടക്കുന്നത്. ഏകദേശം ചൊവ്വയുടെ അത്രയും വലിപ്പമുള്ള തിയ എന്നു പേരുള്ള ഒരു ഗ്രഹം നേരെ വന്ന് നമ്മുടെ ഭൂമിയിൽ അതിശക്തമായി ഇടിച്ചു. ആ ഒരൊറ്റ ഇടിയുടെ ആഘാതത്തിൽ ഭൂമിയുടെ ഒരു ഭാഗം തെറിച്ചുപോയി. ഈ കഷ്ണങ്ങൾ ഭൂമിക്ക് ചുറ്റും കറങ്ങാൻ തുടങ്ങി. കാലക്രമേണ അവയെല്ലാം കൂടിച്ചേർന്ന് നമ്മുടെ ഇന്നത്തെ അമ്പിളിമാമനായി മാറി. അതെ, നമ്മുടെ ചന്ദ്രൻ. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, തിളച്ചുമറിയുന്ന ലാവയും വിഷപ്പുകയും മാത്രമുണ്ടായിരുന്ന ഒരു ലോകം. അവിടെ നിന്ന് ജീവൻ തുടിക്കുന്ന തെളിഞ്ഞ വെള്ളവും ശുദ്ധവായുവുമുള്ള നമ്മുടെ ഇന്നത്തെ ഈ നീലഗ്രഹത്തിലേക്ക് എന്തൊരു മാറ്റമാണല്ലേ! ശരിക്കും ഒരു അത്ഭുതം തന്നെ. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു. പതിയെ പതിയെ ഭൂമി തണുത്തു തുടങ്ങി. ആ ചൂടൊക്കെയൊന്ന് ആറി. അതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതത്തിന് അരങ്ങൊരുങ്ങുകയായിരുന്നു. അപ്പോ വെള്ളം എവിടെ നിന്ന് വന്നു എന്നല്ലേ? ലക്ഷക്കണക്കിന് വർഷങ്ങൾ ദൂരെ മഞ്ഞുകട്ടകൾ നിറഞ്ഞ വാൽനക്ഷത്രങ്ങളും ചിഹ്നഗ്രഹങ്ങളും തുടർച്ചയായി ഭൂമിയിൽ വന്നിടിച്ചുകൊണ്ടിരുന്നു. അവയാണ് ഇവിടേക്ക് വെള്ളമെത്തിച്ചത്. പിന്നീട് ഭൂമിയുടെ ചൂട് കുറഞ്ഞപ്പോൾ ഈ വെള്ളമെല്ലാം നീരാവിയായി, പിന്നെ അത് ഘനീഭാവിച്ച് വലിയ മഴയായി പെയ്തു. അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ സമുദ്രങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ ആ സമുദ്രങ്ങളുടെ ആഴങ്ങളിലെ ഇരുട്ടിൽ എവിടെയോ ഒരിടത്ത് അവിശ്വസനീയമായ ഒരു കാര്യം സംഭവിച്ചു. എങ്ങനെയാണെന്ന് ഇന്നും ശാസ്ത്രലോകത്തിന് മുഴുവനായി ഉറപ്പില്ലാത്തൊരു പ്രക്രിയയിലൂടെ ജീവന്റെ ആദ്യത്തെ കണിക, ആ ആദ്യത്തെ തീപ്പൊരിയുണ്ടായി. വളരെ ലളിതമായ ഒറ്റക്കോശം മാത്രമുള്ള ജീവികൾ. ആ ഒരു നിമിഷം, അതോടെ ഭൂമിയുടെ കഥയുടെ ഗതി തന്നെ മാറിമറിഞ്ഞു. പക്ഷെ കഥ അവിടെ തീർന്നില്ല. ഈ പുതിയ ജീവൻ വെറുതെ ഭൂമിയിൽ അതിജീവിക്കാൻ മാത്രമല്ല ചെയ്തത്. അത്ഭുതം എന്താന്ന് വെച്ചാൽ അത് ഈ ഭൂമിയെ തന്നെ മാറ്റിമറിക്കാൻ തുടങ്ങി. സയനോബാക്ടീരിയ എന്നു പേരുള്ള കുഞ്ഞൻ ജീവികൾ. അവരൊരു പുതിയ വിദ്യ പഠിച്ചു, സൂര്യപ്രകാശത്തിൽ നിന്ന് ഭക്ഷണമുണ്ടാക്കാൻ. പക്ഷെ ഇതിനൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ടായിരുന്നു. ഓക്സിജൻ എന്ന വിഷവാതകം അവർ പുറത്തുവിട്ടു. അതെ, അന്ന് ഭൂമിയിലുണ്ടായിരുന്ന മിക്ക ജീവികൾക്കും ഓക്സിജൻ വിഷമായിരുന്നു. പക്ഷെ കോടിക്കണക്കിന് വർഷം കൊണ്ട് ഈ കുഞ്ഞന്മാർ പുറത്തുവിട്ട ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. ഇതിനെയാണ് നമ്മൾ ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്തത്ര ചെറിയ സൂക്ഷ്മജീവികൾ, അവരാണ് ഈ ഗ്രഹത്തെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരിടമാക്കി മാറ്റിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ഇന്ന് ശ്വാസമെടുക്കുന്ന ഈ പ്രാണവായു അത് അവരുടെ സംഭാവനയാണ്. അപ്പോ ഈ ഓക്സിജൻ വന്നതുകൊണ്ട് 2 പ്രധാന കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, കൂടുതൽ സങ്കീർണമായ ജീവികൾക്ക് വളരാനുള്ള ഊർജം കിട്ടി. അത് ജീവന്റെ വലിയൊരു കുതിച്ചുചാട്ടത്തിന് കാരണമായി. പക്ഷെ മറുവശത്തൊരു പ്രശ്നമുണ്ടായി. ഈ ഓക്സിജൻ അന്തരീക്ഷത്തിലെ മീഥേൻ പോലുള്ള വാതകങ്ങളെ ഇല്ലാതാക്കി. അതോടെ ഭൂമി തണുത്തുറഞ്ഞ് ഒരു ഭീമൻ മഞ്ഞുകട്ടയായി മാറി.
ഇതിനെയാണ് സ്നോബോൾ എർത്ത് എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് വർഷം ഭൂമി ആ അവസ്ഥയിലായിരുന്നു. ഇനി ഇങ്ങോട്ട് കഥയുടെ വേഗത കൂടുകയാണ്. ഒരു ഫാസ്റ്റ് ഫോർവേഡ് പോലെ. ലളിതമായ ജീവികളിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്നതുപോലത്തെ സങ്കീർണവും അതിശയകരവുമായ ജീവികളിലേക്കുള്ള ഒരു ഗംഭീര കുതിച്ചുചാട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം 54 കോടി വർഷം മുൻപ് കേംബ്രിയൻ വിസ്ഫോടനം നടന്നു. പെട്ടെന്നാണ് സങ്കീർണമായ ജീവികൾ രംഗത്ത് വരുന്നത്. പിന്നെ കോടിക്കണക്കിന് വർഷം ഈ ഭൂമി ഭരിച്ചതാരാണെന്നറിയാമോ? ഡിനോസറുകൾ, അവരുടെ യുഗം. ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അവരുടെ കഥ കഴിഞ്ഞു. ആ വംശനാശം സസ്തനികൾക്ക്, അതായത് നമ്മുടെ പോലുള്ള ജീവികൾക്ക് വളരാനുള്ള അവസരം നൽകി. ഒടുവിൽ ഈ വലിയ കഥയുടെ ഏറ്റവും അവസാനത്തെ പേജിലോ വെറും 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മാത്രം ആധുനിക മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നു. ഇത്രയും വലിയൊരു കഥ നമ്മൾ കേട്ടു. കോടിക്കണക്കിന് വർഷങ്ങളുടെ കഥ. അപ്പോ ഈ വലിയ ടൈം ലൈനിൽ നമ്മൾ മനുഷ്യർ എവിടെയാണ് നിൽക്കുന്നത്? എപ്പോഴാണ് നമ്മൾ ഈ ചിത്രത്തിലേക്ക് വരുന്നത്? ഇതൊന്ന് നോക്കൂ. ഭൂമിയുടെ മൊത്തം ആയുസ്സിൽ 99.99% സമയത്തും മനുഷ്യനെന്നൊരു ജീവി ഈ ഭൂമിയിലുണ്ടായിരുന്നേയില്ല. നമ്മുടെ ചരിത്രമെന്ന് പറയുന്നത് വെറും 0.01% മാത്രം. നമ്മൾ ഈ ഗ്രഹത്തിൽ എത്ര പുതിയ അതിഥികളാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. ഭൂമിയുടെ ഈ 454 കോടി വർഷത്തെ ചരിത്രത്തെ നമ്മളൊരു 24 മണിക്കൂർ ദിവസമായി സങ്കൽപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആധുനിക മനുഷ്യനായ നമ്മൾ എപ്പോഴാണ് വന്നതെന്നറിയാമോ? ആ ദിവസം തീരാൻ വെറും 2 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോൾ. രാത്രി 11 മണി 59 മിനിറ്റ് 58 സെക്കൻഡ് ആവുമ്പോൾ. അത്രയുള്ളൂ നമ്മൾ. അതെ, നമ്മൾ ഈ ഗ്രഹത്തിൽ വന്നിട്ട് വളരെ കുറച്ചു കാലമേ ആയുള്ളൂ. പക്ഷെ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഈ ഭൂമിയിലുണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. അപ്പൊ അവസാനത്തെ ചോദ്യം ഇതാണ്. ഭൂമിയുടെ കോടിക്കണക്കിന് വർഷം നീണ്ട ഈ മഹാഗതയിലെ അടുത്ത അധ്യായം അത് എഴുതാൻ പോകുന്നത് നമ്മളായിരിക്കുമോ? ഇനി അഥവാ നമ്മളാണെങ്കിൽ ആ അധ്യായം എങ്ങനെയുള്ളതായിരിക്കും?